അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് രാമൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ നമുക്കതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. രാമൻ സ്പെക്ട്രോസ്കോപ്പി ഈസ് ബേസ്ഡ് ഓൺ ദ രാമൻ എഫക്റ്റ് വിച്ച് C.V. രാമൻ ഡിസ്കവർഡ് ഇൻ 1928. രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? രാമൻ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. വെൻ എ മോണോക്രോമാറ്റിക് ലൈറ്റ് യൂഷ്വലി ഫ്രം എ ലേസർ ഇൻട്രാക്ട് വിത്ത് എ മോളിക്യൂൾ the majority of the photon experience elastic scattering, that is Rayleigh scattering, resulting in no change in energy. അതായത് ഈ ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ട്. ആ ഒരു സാമ്പിളിലേക്ക് നമ്മൾ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്ത് വിടുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പറയുന്ന ഫോട്ടോൺസിന് ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിനെയാണ് റേലേ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേലേ സ്കാറ്ററിംഗ് വരുന്ന സമയത്ത് എന്താണ്? വേറെ എനർജിക്ക് വേറെ ഡിഫറൻസസ് ഒന്നും ഉണ്ടാവില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. So, Rayleigh scattering refers to the elastic scattering of light or other electromagnetic radiation by particles that are much smaller than wavelength of the light. ഇപ്പോൾ സാമ്പിളിൽ തന്നിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അതായത് ആ ഒരു ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും വളരെ സ്മോൾ ആണെങ്കിൽ എന്താണ്, ആ ഒരു പാർട്ടിക്കിൾസ് കൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്താണ്, വേറെ രീതിയിലുള്ള വേവ് ലെങ്ത്തിന് മാറ്റോ ചേഞ്ചോ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അതാണ് റേലേ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. സോ റേലേ സ്കാറ്ററിംഗ് റെഫർ ടു ദ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ പാർട്ടിക്കിൾ ദാറ്റ് ആർ മച്ച് സ്മോളർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ്. ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എനർജി ഓഫ് ദ സ്കാറ്റേർഡ് ഫോട്ടോൺ റിമെയിൻ സെയിം ആസ് ദാറ്റ് ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോ. ആ ഒരു എന്താണ്, ഈ സ്കാറ്റേർഡ് ഫോട്ടോൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസിഡൻറ്റ് ഫോട്ടോനോട് തന്നെ സെയിം ആയിരിക്കുള്ളൂ. അതായത് ഇൻസിഡൻറ്റ് ഫോട്ടോ എന്ന് പറയുന്നത് ആ ഒരു ലൈറ്റിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ഫോട്ടോൺ, ആ ഒരു ഫോട്ടോണിൻ്റെ സെയിം എനർജി തന്നെ ആയിരിക്കും പാർട്ടിക്കിൾസിൽ കൂടെ പാസ് ചെയ്ത് സ്കാറ്റർ ചെയ്ത ഫോട്ടോൺസിൻ്റെ എനർജി. അതായത് ഒരു മാറ്റവുമില്ല. കാരണം എന്തെന്നാണ്, ആ സാമ്പിളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ സ്മോൾ ആണ്. അപ്പോൾ നമ്മൾ ആ പാർട്ടിക്കിൾസിലേക്ക് ആ ഒരു സാമ്പിളിലേക്ക് ലൈറ്റ് പോകുമെന്നാണ്, ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ലൈറ്റിനും ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോണും അവർക്കിടയിലുള്ള എനർജി എപ്പോഴും സെയിം ആയിരിക്കുള്ളൂ. ഇതാണ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. അതായത് അവിടെ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഇൻ രാമൻ സ്പെക്ട്രോസ്കോപ്പി വെൻ മോണോക്രോമാറ്റിക് ലൈറ്റ് സച്ച് ആസ് ലേസർ ഇൻട്രാക്ട് വിത്ത് എ മോളിക്യൂൾ മോസ്റ്റ് ഓഫ് ദി സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് റേലേ സ്കാറ്റേർഡ്. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു സാമ്പിളിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഒരു പാർട്ടിക്കിൾസിലുള്ള ആ സാമ്പിളിലുള്ള പാർട്ടിക്കിൾസ് മിക്കതും എന്താണ്, റേലേ സ്കാറ്ററിംഗ് ആണ് അണ്ടർഗോ ചെയ്യുന്നത്. റേലേ സ്കാറ്ററിംഗ് എന്ന് വെച്ചാൽ ആ ഫോട്ടോൺസ് വന്ന് പതിക്കുന്നതും പാർട്ടിക്കിൾസിൽ വന്ന് സ്കാറ്റർ ചെയ്യുന്ന ഫോട്ടോൺസും തമ്മിലുള്ള ആ ഒരു വേവ് ലെങ്ത് എപ്പോഴും സെയിം ആയിരിക്കുള്ളൂ. എ വെരി സ്മോൾ ഫ്രാക്ഷൻ അണ്ടർഗോ രാമൻ സ്കാറ്ററിംഗ്. ഈ ഒരു സാമ്പിളിലുള്ള കുറച്ച് ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, രാമൻ സ്കാറ്ററിംഗ് അണ്ടർഗോ ചെയ്യുന്നുള്ളൂ. രാമൻ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ആ വേവ് ലെങ്ത്തിന് ശരിക്കും ഡിഫറൻസ് കാണിക്കും. കാരണം അവിടെയുള്ള മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻസും കൊണ്ടൊക്കെയോ എന്താണ്, ഒരു വേവ് ലെങ്ത്തിന് ചേഞ്ച് രാമൻ സ്കാറ്ററിംഗിൽ കാണിക്കും. ബട്ട് റേലേ സ്കാറ്ററിംഗിൽ എന്താണ്, പാർട്ടിക്കിൾസ് ഭയങ്കര സ്മോൾ ആയതുകൊണ്ട് തീരെ വേവ് ലെങ്ത് ഡിഫറൻസ് കാണിക്കില്ല. വേവ് ലെങ്ത് എപ്പോഴും സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സോ റേലേ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. അവിടെ വേവ് ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ രാമൻ സ്കാറ്ററിംഗ് എങ്ങനെയാണ്? ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. അതായത് അവിടെ സ്കാറ്റേർഡ് ലൈറ്റിന് എന്തായാലും എനർജി ഡിഫറൻസ് കാണിക്കും. ഓക്കെ, എ സ്മോൾ പോർഷൻ ഓഫ് ഫോട്ടോൺ എക്സ്പീരിയൻസ് ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. ആകെ തന്നിരിക്കുന്ന സാമ്പിളിൻ്റെ കുറച്ച് ഭാഗം മാത്രം പാർട്ടിക്കിൾസ് കൂടെ പാസ് ചെയ്യുമ്പോഴാണ് ഫോട്ടോൺസിന് ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് സംഭവിക്കുന്നത്. മീനിങ് ദ എനർജി ഓഫ് ദ സ്കാറ്റേർഡ് ഫോട്ടോൺ ഡിഫർ ഫ്രം ദോസ് ഓഫ് ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺ. അതായത് ആ പാർട്ടിക്കിൾസ് ആ ഒരു സാമ്പിളിലേക്ക് വന്ന് പതിക്കുന്ന ഇൻസിഡൻറ്റ് ഫോട്ടോൺസും സാമ്പിളിൽ നിന്ന് പുറത്തേക്ക് പോയ സ്കാറ്റേർഡ് ഫോട്ടോൺസും തമ്മിലുള്ള എനർജിയിൽ ചെറിയ രീതിയിൽ ഡിഫറൻസ് കാണിക്കുന്നത് ഏത് കേസിലാണ്? ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. അപ്പോൾ രാമൻ സ്കാറ്ററിംഗ് ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. റേലേ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. കാരണം അവിടെ ഒരു വേവ് ലെങ്ത്തിന് ഡിഫറൻസ് ഒന്നും കാണിക്കുന്നില്ല.
Okay, so a small portion of the photon experience in elastic scattering. So this energy difference corresponds to the vibrational energy level of the molecule. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ആ ഒരു വേവ് ലെങ്ത് മാറാൻ കാരണം അവിടെയുള്ള മോളിക്യൂൾസിൽ ഉണ്ടാവുന്ന ഒരു എനർജി ഒരു വൈബ്രേഷണൽ എനർജി ലെവൽസിൽ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് കൊണ്ടാണ് ഒരു എനർജി ഡിഫറൻസ് അവിടെ കാണിച്ചത്. മനസ്സിലായോ? ദ ഷിഫ്റ്റ് ഇൻ ദ വേവ് ലെങ്ത് ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് പ്രൊവൈഡ് വാല്യുബിൾ ഇൻസൈറ്റ് ഇൻ ടു മോളിക്കുലർ വൈബ്രേഷൻ ആൻഡ് റിഫ്ലക്ട് ദ മോളിക്കുലർ സ്ട്രക്ചർ. ശരിക്കും അവിടെ ആ ഒരു വേവ് ലെങ്ത്തിന് ഡിഫറൻസ് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സാമ്പിൾസിലുള്ള മോളിക്കുലാർ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഒരു ചെറിയ രീതിയിൽ റാമൻ സ്കാറ്ററിങ് കാണിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് തന്നിരിക്കുന്ന സാമ്പിളിലുള്ള മോളിക്കുലാർ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിങ് ദാറ്റ് ഈസ് റാമൻ സ്കാറ്ററിങ്. സോ ഇവിടെ എന്താണ്, രണ്ട് ടൈപ്പ് സ്റ്റോക്ക് ലൈൻസിനെ കുറിച്ചും ആന്റി സ്റ്റോക്ക് ലൈൻസിനെ കുറിച്ചും റാമൻ സ്കാറ്ററിംഗിൽ പറയുന്നുണ്ട്. സ്റ്റോക്ക് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കാറ്റേർഡ് ഫോട്ടോൺ ഹാവ് ലോവർ എനർജി ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ മോളിക്യൂൾസ് ഗെയിൻസ് എനർജി. അപ്പോൾ അതേ നോക്കിക്കേ, ഈ ഫസ്റ്റ് കാണുന്നതാണ് സ്റ്റോക്ക് ലൈൻ എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഈ പറയുന്ന സ്കാറ്റേർഡ് ഫോട്ടോൺസ് എന്ന് വെച്ചാൽ പാർട്ടിക്കിൾസിൽ നിന്ന് പുറത്തേക്ക് പോയ ഫോട്ടോൺസിന് ലോവർ എനർജി കാണിച്ചിരിക്കുന്നു. ലോവർ എനർജി കാണിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്, സാമ്പിളിലുള്ള മോളിക്യൂൾസിന് നല്ല എനർജി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പുറത്തേക്ക് പോയ ഫോട്ടോൺസിന് എനർജി കുറവ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്, ഇവിടുത്തെ മോളിക്യൂൾസിന് നല്ല എനർജി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് നല്ല വേവ് ലെങ്ത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവർക്ക് അവിടെ ഒരു ലോങ്ങർ വേവ് ലെങ്ത് ആണ് സ്ട്രോക്ക് ലൈൻസിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രോക്ക് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫോട്ടോൺസ് സാമ്പിളിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ സാമ്പിളിൽ ഉള്ള മോളിക്യൂൾസിന് നല്ല എനർജി കിട്ടുന്നത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ലോങ്ങർ വേവ് ലെങ്ത് കാണിക്കാൻ പറ്റും. പുറത്തേക്ക് സാമ്പിളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്കാറ്റേർഡ് ഫോട്ടോൺസിന്റെ എനർജി കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി മോളിക്യൂൾസിന് അയക്കുള്ളൂ, വേവ് ലെങ്ത്തും കൂടുതൽ അവർക്കാണ്. നമ്മളുടെ ഫോട്ടോൺസിന്റെ കേസിൽ എങ്ങനെയാണ്, സ്കാറ്റേർഡ് ഫോട്ടോൺസിന് എനർജി കുറവാണ്. എനർജി കുറവാണെന്ന് വെച്ചാൽ അവർക്ക് ലോങ്ങർ വേവ് ലെങ്ത് കാണിക്കും. ഓക്കെ, ഇനി ആന്റി സ്റ്റോക്ക് ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടുത്തെ കേസിൽ നോക്കിക്കേ, സ്കാറ്റേർഡ് ഫോട്ടോൺസിന് നല്ല ഹൈ എനർജി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവരുടെ വേവ് ലെങ്ത് ഷോർട്ട് ആയിരിക്കുള്ളൂ, പക്ഷേ മോളിക്യൂൾസിന് എനർജി കുറവായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ സ്കാറ്റേർഡ് ഫോട്ടോൺസിന് എനർജി കൂടുതലും സാമ്പിൾ മോളിക്യൂൾസിലുള്ള എനർജി കുറവുമായിരിക്കുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ വേവ് ലെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രോക്ക് ലൈൻസിന്റെ വേവ് ലെങ്ത് കൂടുതലും ആന്റി സ്ട്രോക്ക് ലൈൻസിന്റെ വേവ് ലെങ്ത് കുറവുമാണ്. ഇതാണ് നമ്മുടെ റേലേ സ്കാറ്ററിങ് ഞാൻ പറഞ്ഞായിരുന്നു, അവിടെ വേറെ വേവ് ലെങ്ത്തിന് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം ഇൻകമിങ് ഫോട്ടോൺസിന്റെ വേവ് ലെങ്ത്തും അതുപോലെ തന്നെ സ്കാറ്റേർഡ് ചെയ്ത ഫോട്ടോൺസിന്റെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. കാരണം സാമ്പിളിലുള്ള പാർട്ടിക്കിൾസ് വളരെ സ്മോൾ ആയതുകൊണ്ട് അവർക്ക് വേറെ വേവ് ലെങ്ത് ഡിഫറൻസ് ഒന്നും കാണിക്കില്ല. ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആവുന്നത് റാമൻ സ്കാറ്ററിംഗ് ആണ്. ഈ സ്ട്രോക്ക് ലൈൻസും ആന്റി സ്ട്രോക്ക് ലൈൻസ് ഒക്കെ റാമൻ സ്കാറ്ററിംഗിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ പാർട്ടിക്കിൾസിൽ കൂടെ പാസ് ചെയ്യുന്ന ഫോട്ടോൺസിന്റെ കേസാണ് ഈ പറയുന്നത്. ഈ സ്ട്രോക്ക് ലൈൻസിന്റെ കേസ് ആണെങ്കിൽ എന്താണ്, ആ ഒരു പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ ഒരു സാമ്പിളിലുള്ള പാർട്ടിക്കിൾസിന് നല്ല ഹൈ എനർജി കിട്ടിയത് കൊണ്ട് അവിടെ പുറത്തേക്ക് പോകുന്ന സ്കാറ്റേർഡ് ലൈറ്റ് നല്ല വേവ് ലെങ്തിലാണ് പോകുന്നത്. ഇനി എന്താണ് ആന്റി സ്ട്രോക്ക് ലൈൻ എന്ന് പറയുന്നതും അവിടെ എന്താണ്, അവിടെ പാർട്ടിക്കിൾസിന് ലോ എനർജിയാണ് കാണിക്കുന്നത്, അതുകൊണ്ട് അവിടുത്തെ വേവ് ലെങ്ത് എങ്ങനെയാണ്, ഷോർട്ടർ വേവ് ലെങ്ത് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബേസ് ചെയ്ത്, അതായത് നമുക്ക് റാമൻ സ്കാറ്ററിംഗിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പാർട്ടിക്കിൾസ്, ആ സാമ്പിളിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കമ്പോണൻസ് നോക്കാം. റാമൻ സ്പെക്ട്രോസ്കോപ്പി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. അവിടെ നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു മോണോക്രോമാറ്റിക് ലേസർ ആണ്. പിന്നെ ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സാമ്പിൾ കളക്ടർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് അവിടെ ഉള്ളത്, ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം, ദാറ്റ് ഈസ് ലെൻസ് ഓർ മിറർ. അതായത് ഈ പറയുന്ന ലൈറ്റ് സാമ്പിളിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്നത് സ്കാറ്റേർഡ് രൂപത്തിലായിരിക്കുള്ളൂ ഫോട്ടോൺസ്. അപ്പോൾ ഇത് ആദ്യം പോകുന്ന ഫോട്ടോൺസ് സാമ്പിളിൽ കൂടെ പാസ് ചെയ്ത് പിന്നെ സ്കാറ്റേർഡ് ചെയ്തിട്ടായിരിക്കുള്ളൂ പോകുന്നത്. അപ്പോൾ ഈ ഫോട്ടോൺസിനെ മൊത്തം കളക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ലെൻസ് സിസ്റ്റം. കളക്ട് ചെയ്തിട്ട് അത് ഇതിൽ കൂടെ പാസ് ചെയ്യും, ഒരു ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്യും. ഫിൽറ്റർ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മോണോക്രോമാറ്ററിൽ കൂടെ പാസ് ചെയ്ത് ഒരു ഡിറ്റക്ടറിലേക്ക് ആ ഒരു റേസ് കാണിക്കുന്നു, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു മോണോക്രോമാറ്റർ ലേസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു സാമ്പിൾ ഹോൾഡർ ഉണ്ട്. സാമ്പിൾ ഹോൾഡർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സാമ്പിൾ ഹോൾഡർ. പിന്നെ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ലെൻസ് ഓർ മിറേഴ്സ് ആവാം. അത് നമുക്ക് ആ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ്സിനെ, ഫോട്ടോൺസിനെ നമുക്ക് കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ്
ഫോക്കസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിച്ചത്. പിന്നെ ഒരു മോണോക്രോമാറ്റർ ഉണ്ട്, ഇതാണ് മോണോക്രോമാറ്റർ. അത് എന്താ ചെയ്യുന്നത്, ഇതാണ് സെപ്പറേറ്റ് ദ സ്കാറ്റർഡ് ലൈറ്റ് ബൈ വേവ് ലെങ്ത്. പിന്നെ ഒരു ഡിറ്റക്ടർ ഉണ്ട്. ഡിറ്റക്ടർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓരോ സ്കാറ്റർഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡിറ്റക്ടർ ഉണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡിറ്റക്ടർ എന്ന് പറയുന്നത് CCD, അതായത് ചാർജ് കപ്പിൾ ഡിവൈസ് അല്ലെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലർ ട്യൂബ് ഒക്കെ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കാറ്റേർഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്കൊരു കമ്പ്യൂട്ടർ ഒരു ഡാറ്റ പ്രോസസ്സർ ഉണ്ട്. ഈ ഡിറ്റക്ടർ സിഗ്നലിനെ രാമൻ സ്പെക്ട്രം ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു കമ്പ്യൂട്ടറിന് സഹായവും വേണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്, നമുക്കൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് കിട്ടുന്ന ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, സാമ്പിൾ ഹോൾഡർ ഉണ്ട്, അതിൽ സാമ്പിൾ ഇടാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ലെൻസ് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, മോണോക്രോമാറ്റർ ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്. ഡിറ്റക്ടർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്കത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ രാമൻ സ്പെക്ട്രത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് നമ്മൾ സാമ്പിളിലേക്ക് ഇലുമിനേറ്റ് ചെയ്യണം. അതായത് സാമ്പിളിലേക്ക് നമ്മൾ ലൈറ്റ് സോഴ്സ് പാസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കാം, ഈ പറയുന്ന ലൈറ്റ് സാമ്പിളിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ എന്താണ് രണ്ട് രീതിയിലുള്ള സ്കാറ്ററിങ് കാണിക്കുന്നുണ്ട്. റേലേ സ്കാറ്ററിങ്ങും കാണിക്കുന്നുണ്ട്, രാമൻ സ്കാറ്ററിങ് കാണിക്കുന്നുണ്ട്. റേലേ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ സെയിം വേവ് ലെങ്തിൽ തന്നെയാണ്. അതായത് നമ്മൾ എത്രത്തോളം വേവ് ലെങ്തിലാണോ ഫോട്ടോൺസ് പതിച്ചത്, ആ ലൈറ്റ് പതിച്ചത്, അതേ രീതിയിൽ തന്നെ ആ സെയിം വേവ് ലെങ്തിൽ തന്നെ ആയിരിക്കുള്ളൂ സ്കാറ്റേർഡ് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. പക്ഷേ രാമൻ സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ആ വേവ് ലെങ്തിന് ചെറിയ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്കാറ്റേർഡ് ലൈറ്റിനെ നേരെ എങ്ങോട്ടാണ് കളക്ട് ചെയ്യിക്കും, ഒരു എന്താണ് ലെൻസ് ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിൽറ്ററിങ് ചെയ്യുന്നുണ്ട്. ഫിൽറ്റർ ചെയ്യുന്നത് എന്തിനാണ്, അതായത് നമുക്ക് ഈ റേ ലൈറ്റ്, ദാറ്റ് മീൻസ് ഈ റേലേ ലൈറ്റ്, ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ രണ്ടിൽ ആൾക്കാരെയാണ് വേണ്ടത്. ദാറ്റ് ഈസ് സ്കാറ്ററിങ്. രാമൻ സ്കാറ്ററിങ്ങിനെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ പറയുന്ന റേലേ സ്കാറ്ററിങ്ങിനെ നമുക്ക് ആവശ്യമില്ല. ഈ സ്ട്രോക്ക് ലൈൻസും ആന്റി സ്ട്രോക്ക് ലൈൻസും രാമൻ സ്കാറ്ററിങ്ങിൽ വരുന്ന രണ്ട് ആൾക്കാരാണ്. നമുക്ക് റേലേ ലൈറ്റിനെ ഒഴിവാക്കണം. അപ്പോൾ ഈ റേലേ ലൈറ്റിനെ ഒഴിവാക്കി ബാക്കി ആൾക്കാരെ മാത്രം, ബാക്കി രണ്ട് സ്കാറ്ററിങ്സിനെ മാത്രം എന്താണ് അങ്ങോട്ടേക്ക് കടത്തി വിടുന്നത് ഫിൽറ്റർ വഴിയാണ്. അപ്പോൾ ഫിൽറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, റേലേ ലൈറ്റിനെ മാത്രം പുറത്തേക്ക് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ മാത്രമേ മോണോക്രോമാറ്റിലേക്ക് കടത്തി വിടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിന്നെന്താണ് ഡിസ്പേർഷൻ. രാമൻ സ്കാറ്റർഡ് ലൈറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ബൈ എ മോണോക്രോമാറ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മോണോക്രോമാറ്ററിലേക്ക് ഇട്ടിട്ട് എന്താ ചെയ്യുന്നത്, മോണോക്രോമാറ്ററിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് കമ്പ്യൂട്ടർ വഴി നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ദ ഡിറ്റക്ടർ റെക്കോർഡ് ദ രാമൻ സ്പെക്ട്രം ഇൻഡിക്കേറ്റിംഗ് രാമൻ ഷിഫ്റ്റ് റിലേറ്റ് ടു ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോളിക്കുലർ സ്ട്രക്ചർ ആൻഡ് സിമട്രി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ ആ തന്നിരിക്കുന്ന സാമ്പിളിലുള്ള മെറ്റീരിയൽ ക്രിസ്റ്റൽസ് ആണോ, സെമി കണ്ടക്ടേഴ്സ് ആണോ, പോളിമേഴ്സ് ആണോ എന്ന് നമുക്ക് എന്താണ് മെറ്റീരിയൽ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ക്രിസ്റ്റൽ, സെമി കണ്ടക്ടേഴ്സ്, പോളിമേഴ്സ്. ബയോളജിക്കൽ സാമ്പിൾസ് നമുക്ക് പ്രോട്ടീൻസ്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിന് ഉപയോഗിക്കാം, ഫോറൻസിക്കിൽ ഉപയോഗിക്കാം. എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അതായത് എന്തെങ്കിലും പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു രാമൻ സ്പെക്ട്രോസ്കോപ്പി IR സ്പെക്ട്രോസ്കോപ്പിയുടെ പോലെ കോംപ്ലിമെന്റാരിറ്റി കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ യൂസേഴ്സ്. ഓക്കെ, താങ്ക് യു.